Hello, welcome back to my YouTube channel. Episode 2 of Unhealthy Relationship. ചില റിലേഷൻഷിപ്പ് നമ്മളെ ലൈഫിനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കും. പക്ഷെ ചില റിലേഷൻഷിപ്പ് നമ്മളെ തന്നെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തും. ചിലപ്പോൾ കണ്ണാടി നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് മുമ്പത്തെ ഞാൻ തന്നെയാണോ. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു 7 ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ നമ്പർ 1, നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഞാൻ എന്നായിരിക്കും തെറ്റുകാരി, എൻ്റെ ഭാഗത്താണോ തെറ്റ്. ഒരു സ്വതന്ത്രമായിട്ട് ഒരു അഭിപ്രായം വരെ നിങ്ങൾക്ക് എടുക്കാൻ പേടിയാവും. ഇതൊരിക്കലും നല്ല റിലേഷൻഷിപ്പിൻ്റെ ലക്ഷണമല്ല. നമ്പർ 2, മുമ്പ് നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇപ്പം മെല്ലെ മെല്ലെ ഉപേക്ഷിക്കാൻ തുടങ്ങുന്നു. മുമ്പ് നിങ്ങൾക്ക് സന്തോഷം തന്നുകൊണ്ടായ ഹോബീസ്, നിങ്ങളെ ഫ്രണ്ട്സ്, നിങ്ങൾ ചെയ്തുകൊണ്ടായ യാത്ര, നിങ്ങളെ ചിരി എല്ലാം മെല്ലെ മെല്ലെ നിങ്ങളെ ലൈഫിൽ നിന്ന് ഇല്ലാണ്ടാകുന്നു. കാരണം നിങ്ങൾ ജീവിക്കുന്നത് ഇപ്പോൾ വേറെ ആക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. നമ്പർ 3, എന്ത് കാര്യം പറയുമ്പോഴും ഒരു പേടി ഉള്ളിൽ വരാം. ഈ കാര്യം ഞാൻ പറഞ്ഞാൽ അയാൾക്കെന്താ പ്രശ്നം ഉണ്ടാവോ, എന്നോട് അടി കൂടുമോ, എന്നോട് വഴക്ക് കൂടുമോ, ഇതെനിക്ക് പറയാൻ പറ്റുമോ, ഇങ്ങനെ ഒരു പേടി നിങ്ങളെ മനസ്സിൽ വരാം. നമ്പർ 4, മുമ്പ് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തുകൊണ്ടുണ്ടായ കാര്യം വരെ ഇപ്പോൾ ചെയ്യാൻ മടിക്കുന്നു. കാരണം ആരോ നിങ്ങളെ ഇപ്പോഴും ചെറുതായി കാണുന്നുണ്ടാണ് ഈ ഒരു ധൈര്യക്കുറവ് നിങ്ങൾക്ക് വരുന്നത്. നമ്പർ 5, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നത്. നിങ്ങളെ സ്വയം ഹാപ്പിനെസ്സിനെക്കാട്ടി നിങ്ങൾ വില കൽപ്പിക്കുന്നത് ബാക്കിയുള്ളവരുടെ ഹാപ്പിനെസ്സിനായിരിക്കും. ഞാൻ ഇതൊന്നും വേണ്ടാന്ന് വെച്ചാൽ അവർക്ക് സന്തോഷമായെങ്കിൽ ഓക്കെ, അത് മതി. അന്ന് ഇങ്ങനെയുള്ളൊരു തോട്ട് നിങ്ങളെ മൈൻഡിൽ വരാൻ തുടങ്ങും. നമ്പർ 6, നിങ്ങളെ ഐഡന്റിറ്റി തന്നെ മറക്കാൻ തുടങ്ങി. ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു എന്താ നിങ്ങളെ ഇഷ്ടം, അപ്പോൾ ഉത്തരം പറയാൻ വരെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നിങ്ങളെ ഇഷ്ടങ്ങൾ മറന്നുപോയി. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട്, ഓരോ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് നിങ്ങളെ ഇഷ്ടങ്ങൾ തന്നെ മറന്നു പോകാൻ തുടങ്ങും. നമ്പർ 7, സമാധാനം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ആഡംബരമായിട്ട് തോന്നും. കാരണം ഇന്ന് വഴക്കിട്ടിട്ട ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നും. വഴക്കില്ലാത്തൊരു ദിവസം എന്ന് പറയുന്നത് എന്താ പറയുക, ആ വഴക്കിട്ട ദിവസങ്ങളുടെ ഇടയിൽ കിട്ടിയൊരു നിധി പോലെ നിങ്ങൾക്ക് തോന്നും. ഇത് പറയല, സമാധാനം എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിന്റെ അടിത്തറയാണ്. അത് എല്ലാ റിലേഷൻഷിപ്പിലും എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, അല്ലാണ്ട് എപ്പോഴും വരുന്ന ഒരു കാര്യമല്ല. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ 7 കാര്യങ്ങളിൽ ചിലത് ചിലപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ റിലേഷൻഷിപ്പിന് ഒരു പേര് കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ റിലേഷൻഷിപ്പിലും വഴക്ക്, അടി, പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന നിയന്ത്രണം, എപ്പോഴും ഉണ്ടാകുന്ന ഒരു ബ്ലാക്ക് മെയിലിങ്, ഫ്രീഡം തരാണ്ട് നിൽക്കുക, പേടിപ്പെടുത്തുക, ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കാര്യത്തിന് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഈ സേഫ്റ്റി, റെസ്പെക്റ്റ്, അതേപോലെ സമാധാനം ഇതെല്ലാം തരുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നത്. അതേപോലെ ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക, ഒരു നല്ല റിലേഷൻഷിപ്പിൽ ഉള്ള ആൾക്കാരെ ഒരിക്കലും അയാളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രേരിപ്പിക്കൂല. അത് നല്ല റിലേഷൻഷിപ്പ് അല്ല. നിങ്ങളെ ഇഷ്ടത്തിൽ നിങ്ങളായിട്ട് ജീവിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ എപ്പിസോഡ് 3 ആയിട്ട് വരുന്നവരേക്കും ബൈ.